വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഈ കർഷകരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മളൊന്നും കേൾക്കുന്നില്ലല്ലോ വിജയേട്ടാ. എന്നാൽ കർഷകർ അവിടെ അടി കൊണ്ട് പിരിന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷെ അടിക്കുന്നത് BJP സർക്കാരല്ല. BJP സർക്കാരാണെങ്കിലാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ രാവിലെ 6 മണി തൊട്ട് രാത്രി ചർച്ച വരെ മറ്റേ ശംഭു അതിർത്തിയിൽ മറ്റേ മുള്ളുവേലി കെട്ടി ബാരിക്കേഡ് വെച്ചു, കർഷകർ വരുമ്പോൾ എന്തൊരു പേടിയാണ് സർക്കാർ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ കാണത്തുള്ളൂ. ഇപ്പൊ AAP സർക്കാരാണ് യവന്മാരെ അടിച്ചു നോക്കുകയാണ് അവിടെ. ഒരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസം ജഗ്ജിത് സിംഗ് ദല്ലേവാൾ എന്ന് പറഞ്ഞൊരു കർഷക നേതാവ്, BJP അയാളെ പോയി പിടിക്കാത്തതുകൊണ്ട് അയാൾ ഇവിടെ ഫേമസ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. ബിന്ദു അമ്മണി അവിടെ ചപ്പാത്തി വലത്താനും പോയിട്ടില്ല അയാൾക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഈ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ എന്ന് പറയുന്ന അയാൾ അവിടെ നിരാഹാരം കിടക്കുകയാണ്. നിരാഹാരം കിടക്കുന്ന ഒരു പാവ അപ്പൂപ്പൻ എന്ന് പോലും കണക്കാക്കാതെ നല്ല അടി കൊടുത്തു. നല്ല അടി കൊടുത്ത് അയാളെ പൊക്കിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആരാ? പഞ്ചാബ് പോലീസ്. ഇതിനു മുമ്പ് 200 കർഷകര് പഞ്ചാബിലെ സർക്കാരിനെതിരെ റാലി നടത്തും എന്ന തോന്നലിന്റെ പുറത്ത് 200 പേരെയും നല്ല അടി കൊടുത്ത് ജയിലിനകത്ത് അടച്ചു എന്ന വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊഹാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ കസ്റ്റഡിയിൽ അടിച്ച് റെഡിയാക്കി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതും പഞ്ചാബ് പോലീസ്. കർഷക നേതാവ് ജഗദീപ് സിംഗ് ദല്ലേവാളിനെ അവിടെ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം ശംഭു അതിർത്തിയിൽ പോലീസ് ഇവന്മാരുടെ സകല അവിടെയുള്ള കെട്ടിയിരിക്കുന്ന ടെന്റും കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് കർഷക നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് അംബാല അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കനത്ത പോലീസ് വിന്യാസം ഇപ്പോൾ നടക്കുന്നുണ്ട്. കർഷക നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിന്യസിച്ചതിനെ തുടർന്ന് ഒരുപാട് കർഷകർ വീണ്ടും രംഗത്തിറങ്ങി. മറ്റേ AAPയുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഭഗവത് സിംഗ് മാൻ, അയാൾ പറഞ്ഞു ഒന്നും നോക്കണ്ട, അടിച്ച് പിരുത്തോ എന്ന് പറഞ്ഞു. മറ്റേ ഏതോ ഒരു സിനിമയിലോ അകത്തോട്ട് കയറാണെങ്കിൽ അടിച്ച് പല്ലു ഒഴിച്ചേരെ എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങ് ആ രീതിയിലാണ് കർഷകരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ കർഷക നേതാക്കളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ദൃശ്യങ്ങളും രാത്രി ബുൾഡോസർ കൊണ്ടുവന്ന് അവരെ സകല ഈ അറേഞ്ച്മെന്റ്സും പൊളിച്ചെടുക്കുന്നതും എല്ലാം ഈ നാഷണൽ മീഡിയാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരു മീഡിയാസും അങ്ങോട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല കൊടുക്കാനായിട്ട്. BJP ആയിരുന്നെങ്കിൽ പിന്നെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. AAP ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവരുടെ ഒരു ഇരട്ടത്താപ്പ് നോക്കിക്കൊള്ളണേ. അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. BJP സർക്കാർ എന്താണ് ജസ്റ്റ് ഒരു മുള്ളുവേലി കെട്ടിയാൽ പോലും ഒരു വലിയ വാർത്തയാക്കുന്നതാണ്. ഈ എന്തുകൊണ്ടാണ് ഇപ്പോ ഈ കർഷകർ ഇത്ര ഗംഭീരമായിട്ട് അടി വാങ്ങിച്ചിട്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാത്തത് എന്നുള്ളത് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കർഷക നേതാക്കൾ പഞ്ചാബിൽ അറഞ്ചം പുറഞ്ചം അടി വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊന്നും പ്രതികരിക്കാത്തത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ചോദ്യം. എന്റെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കർഷക നേതാക്കൾക്ക് പിന്നിൽ ഖലിസ്ഥാൻ ഖലിസ്ഥാൻ ഭീകരവാദികളായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കർഷക സമരത്തിനൊക്കെ അവരുടെ ഫണ്ടിങ്, അരവിന്ദ് കെജ്രിവാളിന് അവർ കൊടുത്ത പൈസ, അത് കഴിഞ്ഞ് മറ്റേ പഞ്ഞുമൊക്കെ അവിടെ കിടന്ന് കാണിച്ച ഷോ ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോ ഖലിസ്ഥാൻ ഭീകരവാദികളെ മുഴുവൻ കേന്ദ്രം ഒതുക്കി. അതോടുകൂടി ഖലിസ്ഥാൻ ഭീകരവാദികളുടെ പിടി പതുക്കെ, ഒരു അമൃത്പാൽ സിംഗ് മാത്രമേ ഇപ്പൊ പഞ്ചാബിലുള്ളൂ. അവനാണെങ്കിൽ ജയിലിൽ കിടക്കുവാണ്, MP ആണ്, പക്ഷെ അവനെ പിടിച്ച് ജയിലിൽ ഇട്ടേക്കാം. പിടി പതുക്കെ അയഞ്ഞു. അയഞ്ഞ ആ ഒരു ഘട്ടത്തിൽ ഇവരുടെ ആ ഒരു ബേസ്മെന്റ് അങ്ങ് തകർന്നു പോയി. അതാണല്ലോ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയും, അയ്യോ കലാപം നടക്കുന്നു, ആൾക്കാർ മരിച്ചു വീഴുന്നു, നിങ്ങൾ പെട്ടെന്ന് പോയി അത് നിർത്തൂ ഇത് നിർത്തൂ എന്ന് പറഞ്ഞ്. അപ്പൊ മോദി വെറുതെ ഇങ്ങനെ ഇരിക്കും. 2 ദിവസം കഴിയുമ്പോൾ കലാപം സ്വിച്ചിട്ട പോലെ നിൽക്കുന്നതും കാണാം. സംഭവം പുള്ളി കലാപകാരികളെ അല്ല പുള്ളി ആക്രമിക്കുന്നതും അവരെ അടിച്ചൊതുക്കും. പക്ഷെ അതിന്റെ സോഴ്സ് ആണ് പുള്ളി എപ്പോഴും ചകഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ സോഴ്സ് എവിടെയായിരുന്നാലും ആ സോഴ്സിന്റെ ഫ്യൂസ് ഇങ്ങനെ ഊരിയിടുക എന്നുള്ളതാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അങ്ങനെ ഖലിസ്ഥാൻവാദികളുടെ ഫ്യൂസ് പതുക്കെ നമ്മുടെ രാജ്യവുമായിട്ട് ഡിസ്കണക്ട് ചെയ്തപ്പോൾ ഇവിടെയുള്ള കർഷകർക്ക് മനസ്സിലായി തുടങ്ങി. കർഷകരെന്ന് പറഞ്ഞാൽ ഈ മണ്ടി ഇടനിലക്കാർ, ഇവരെയാണ് നമ്മൾ കർഷകരെന്ന് പറയുന്നത്. യഥാർത്ഥ കർഷകർ യഥാർത്ഥത്തിൽ ബിജുചേട്ടൻ ആലോചിച്ച് നോക്ക്. നമ്മളെ നാട്ടിൽ കർഷക സമരം നടന്നു. ഞാൻ അന്ന് ചോദിക്കുന്ന ചോദ്യം, കർഷക സമരം നടന്നപ്പോൾ ഈ കർഷകർ മൊത്തം തെരുവിലായിരുന്നെങ്കിൽ നമ്മൾ അന്ന് ഭക്ഷണം കഴിച്ചിരുന്നല്ലോ. ഈ തെരുവിലുള്ള കർഷകർ മുഴുവൻ തെരുവിലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ നടക്കാതിരിക്കണ്ടേ? നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ നടക്കാതിരിക്കണം, നമുക്ക് അരി വരാതിരിക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതിരിക്കണം. പക്ഷെ നമ്മൾ സുഖമായിട്ട് കഴിച്ച് ഉണ്ടും ഉടുത്താണ് ഈ കർഷകർ തല്ലി മേടിച്ചുകൊണ്ടിരുന്ന കാഴ്ച കണ്ടത്. അപ്പോഴേ തന്നെ നമുക്കറിയാം ഇത് കർഷകരല്ല, കർഷകരുടെ വേഷം കിട്ടിയ ഖലിസ്ഥാനികളും പിന്നെ കർഷകരുടെ വേഷം കിട്ടിയ മണ്ടിക്കാരുമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എന്താണ് ഇപ്പോ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. പ്രതിപക്ഷം എന്തുകൊണ്ട് മിണ്ടുന്നില്ല? മാധ്യമങ്ങൾ എന്തുകൊണ്ട് വാർത്തയാക്കുന്നില്ല? ഖലിസ്ഥാനികളുടെ ഫ്യൂസ് ഊരിയത് കൊണ്ടാണോ അവർ അടിക്കൊള്ളുന്നത്? എന്ത് തോന്നുന്നു? കേരളത്തില് ഈ കർഷക സമരം തുടങ്ങിയ കാലം മുതൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കർഷക സമരം ചെയ്തിട്ടുണ്ട്. ഓൺലൈനില് ഈ കർഷക സമരം ഇതുവരെ ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്തിട്ടുള്ളത് ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമാണ്. സംശയമുള്ളവർക്ക് യൂട്യൂബിൽ പോയിട്ട് കർഷക സമരം ന്യൂസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൽ ഞാൻ ആ വാർത്ത തുടക്കം മുതലേ പറയുന്നത്, ഇതിന്റെ പിന്നില്
ആസൂത്രണമുണ്ട്, ഖാലിസ്ഥാൻ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ വാർത്ത ചെയ്യുക മാത്രമല്ല, അതിന്റെ ഓരോ നേതാക്കളെ സെപ്പറേറ്റ് എടുത്ത് അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേക വാർത്ത ചെയ്തു. എനിക്ക് തോന്നുന്നത് രാകേഷ് ടിക്കായത്ത് എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വാർത്ത ചെയ്തിട്ടുള്ള ഒരു മീഡിയ എന്ന് പറയുന്നത് ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമാണ്. അദ്ദേഹത്തെ ഒടുവിൽ കർഷക സംഘടന ആൾക്കാരെല്ലാം കൂടി ചവിട്ടി പുറത്താക്കുന്നവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹം ചില ട്രീറ്റ്മെന്റിലാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ രാകേഷ് ടിക്കായത്തിന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ ന്യൂസിന്റെ അതിനുശേഷം ഈ സമരം കത്തിക്കാളി കുറെ കഴിഞ്ഞതിന് ശേഷം എല്ലാ മാധ്യമങ്ങളും അത് വിട്ടു. പിന്നീട് കർഷക സമരം കൊടുക്കുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമം ഏഷ്യാനെറ്റ് മാത്രമാണ്. കർഷകരുടെ ചെറുതും വലുതുമായ എല്ലാ സമരങ്ങളും പഞ്ചാബിലും ഹരിയാനയിലും ശംഭുവിൽ നടക്കുന്ന സമരങ്ങളെല്ലാം ചെയ്യുന്ന ഏഷ്യാനെറ്റ് മാത്രം. പിന്നെ ഓൺലൈനിൽ ആ വാർത്തകൾ ചെയ്യുന്നവരണം നമ്മളാണ്. കാരണം എല്ലാവരും കർഷക സമരം വിട്ടു. മുഖ്യധാരയിൽ ഏഷ്യാനെറ്റ്, ഓൺലൈനിൽ നമ്മൾ മാത്രമേ കർഷക സമരം ചെയ്തു. ഇന്ന് തന്നെ നമ്മൾ അതൊരു ചർച്ചയ്ക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ചർച്ച ചെയ്യാൻ സാധ്യതയുമില്ല. കാരണം ഇനിയിപ്പോ ഇതിന്റെ റീച്ച് ഒന്നുമില്ല, റീച്ച് പോയി, ഗ്യാസ് പോയി, ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നമുക്കത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എവിടെ തുടങ്ങിയോ അന്ന് മുതൽ നമ്മൾ ഈ സമരത്തിന്റെ പിന്നാലെയുണ്ട്. ആ സമരത്തിന്റെ പുക കണ്ടിട്ട് മാത്രമേ നമ്മൾ ഈ ചർച്ചകൾ അവസാനിപ്പിക്കുള്ളൂ. ഇപ്പോഴും നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവം? അല്ല, നമുക്കത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം അത് ഒരു രാജ്യത്തെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടി, വിഘടനവാദത്തിന്റെ ഒരു ശക്തി കാണിക്കുന്ന ഒരു സമരമായിരുന്നു. അത് വെറും ഒരു പ്രതിഷേധമായിരുന്നില്ല. ആ സമരത്തിൽ പങ്കെടുത്തത്, ആ സമരത്തിന് പിന്തുണ എവിടെ നിന്ന് വന്നു, ഇതൊക്കെ അതിൽ ചർച്ചയായിട്ടുള്ളതാണ് പലവട്ടം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമരം? ഇപ്പോഴല്ല, ഇത് ഹരിയാന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ സമരം ചീറ്റി തുടങ്ങിയിരുന്നു. ശംഭു അതിർത്തിയിൽ മാസങ്ങളോളം ഹരിയാന സർക്കാർ, ആ സമയത്ത് കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഹരിയാനയിൽ BJPയുടെ സർക്കാർ ആകെ ആടി ഉലയുന്ന സമയം, ഗ്രൂപ്പിസത്തിന്റെ മൂർധന്യായി നിൽക്കുന്ന അവസരം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10ൽ 5 സീറ്റിൽ തോറ്റ് കുന്നമ്പാടി BJP നിൽക്കുന്ന സമയം, BJP ഏതാണ്ട് ഹരിയാനയിൽ തീർന്നു, കർഷകരും ഗുസ്തിക്കാരും കൂടെ BJPക്കാരെ തകർത്തു എന്ന് പറഞ്ഞൊരു സമരം. ആ ഒരു സമയത്ത് ഈ ശംഭു അതിർത്തിയിൽ, അതായത് പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് വരുന്ന ഈ ശംഭു അതിർത്തിയിൽ കർഷകർ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ദില്ലിയിലേക്കുള്ള ചലോ ദില്ലി എന്നായിരുന്നു മാർച്ചിന്റെ പേര്. അപ്പൊ അത് അവിടുന്ന് മാത്രമല്ല, UP നിന്നും ദില്ലിയിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നു കർഷകർ. അപ്പൊ വലിയ കർഷകരൊന്നുമില്ല, 100, 150, 200 പേരെങ്ങാനുണ്ട് ട്രാക്ടറൊക്കെ കൊണ്ടിട്ടിട്ട്. പക്ഷെ ആ സമരത്തെ അന്ന് ഹരിയാന സർക്കാർ അതിർത്തിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡ്രോൺ വഴി ഈ കണ്ണീർവാതകം പ്രയോഗിച്ചൊരു സമരം കൂടെ ആയിരുന്നു. നമ്മുടെ ഇവിടെ ഈ കണ്ണീർവാതകം എറിയുകയാണല്ലോ, നമ്മുടെ സെക്രട്ടേറിയറ്റ് മുമ്പിലൊക്കെ എല്ലായിടത്തും എറിയുകയോ ഇല്ലെങ്കിൽ ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഡ്രോൺ വഴി ആദ്യമായിട്ട് ഈ സമരക്കാരുടെ മുകളിൽ കൂടെ കണ്ണീർവാതകത്തിന്റെ ഷെല്ല് കൊണ്ട് ഇട്ടുകൊടുത്ത ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടത് ഈ ശംഭു അതിർത്തിയിലാണ്. അപ്പം ഈ BJP ആടി ഉലഞ്ഞ് നിൽക്കുന്ന സമയം, അവർക്ക് ജയിക്കുമോ ഇല്ലയോ നിയമസഭയിൽ നിന്ന് ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സമയത്ത് പോലും അവർ ഈ സമരത്തെ തടയാനും ഓടിക്കാനും നിന്നവർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ മനസ്സിലായി ജനപിന്തുണ കുറഞ്ഞു, ജനപിന്തുണ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. കാരണം ഈ കർഷക സമരം കത്തിക്കാളിയതിനു ശേഷം ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വളരെയധികം കൂടി, കർഷകർക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടായി. അതിനുശേഷം ഈ കർഷക സമരം കത്തി നിന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വടക്ക് പടിഞ്ഞാറൻ മേഖല, അവിടെ ജാട്ടുകളുടെ മേഖലയാണ്. അവിടെ ഉണ്ടായിരുന്ന സീറ്റുകളിലെ ബഹുഭൂരിപക്ഷ സീറ്റുകളും BJP നേടി. അങ്ങനെ കർഷക സമരം എവിടൊക്കെ കത്തി നിന്നു അവിടൊക്കെ BJP ജയിച്ചു കയറി. അപ്പൊ ചോദിക്കും പഞ്ചാബിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിൽ BJP ഇല്ല, പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. അവരവിടെ പതുക്കെ ക്ലച്ച് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അവരവിടെ ശിരോമണി അകാലിദളിന്റെ നിഴലായിട്ട് പ്രവർത്തിച്ചിട്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ ശക്തി ഇല്ലാത്തടത്ത് അവരത് അധികാരം പിടിക്കാത്തെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാകും. അപ്പൊ പഞ്ചാബിലേക്ക് വന്നു. പഞ്ചാബിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇവിടെ ആം ആദ്മി പാർട്ടി ദില്ലിയിൽ തോറ്റുപോയതോടുകൂടി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ആം ആദ്മി സർക്കാർ പഞ്ചാബിലാണ്. ഇവിടെ ഈ ഭഗവത് സിംഗ് മാനും കേജ്രിവാളും തമ്മിലുള്ള ഉടക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കേജ്രിവാൾ ആയിരുന്നു പഞ്ചാബിനെ കൂടെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കേജ്രിവാളിന്റെ പിടി അയഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ ആണ് മറ്റൊരു സംശയം എനിക്ക് വരുന്നത്. അടിക്കടി അമിത്ഷായെ കാണുന്ന ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഈ ഭഗവത് സിംഗ് മാൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാം അവിടെ ഡ്രഗ് മാഫിയ ശക്തമാണ്, അതിന് ചർച്ച നടത്താൻ പോയി. ഇല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് എന്താ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയെ കണ്ടൂടെ, ഞാൻ വെറുതെ വന്നതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരാഴ്ച തന്നെ 2 തവണയൊക്കെ ഈ അമിത്ഷായെ കണ്ട ചരിത്രവും ഉണ്ട്. അതായത് കഴിഞ്ഞ കുറെ കാലമായിട്ട് BJPയുടെ ഒരു പ്രോക്സി പോലെയാണ് ഈ ഭഗവത് സിംഗ് മാൻ പ്രവർത്തിക്കുന്നതെന്നൊരു വലിയ ആരോപണം ഉണ്ട്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പിൻബലം കൂടി കിട്ടിയത് കൊണ്ടാണോ ഈ കർഷകരുടെ ഈ പേക്കൂത്തരങ്ങളൊക്കെ ഒരു തടയിടാൻ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ള ഒന്ന്. 2, ഇപ്പോൾ ഈ സമരം നടത്തുന്ന കർഷക സംഘടനയെ സംബന്ധിച്ച് അവരിപ്പോൾ എന്തിനാണ് സമരത്തിൽ ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലോകമെമ്പാടും ഖാലിസ്ഥാനികളെ വേട്ടയാടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് അമേരിക്കയിലായാലും കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ തുളസി ഗബ്ബർട്ട് പറഞ്ഞത് ഈ ഖാലിസ്ഥാൻവാദികളുടെ
ഇതിനെ തടയട്ടെ, മതിയാകൂ എന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും അത് പരിഗണിക്കാമെന്ന് അവർ പറയുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് സിപ്പോ ജസ്റ്റിസും ഗുർബർമീർ സിംഗ് പന്നുവിനെയൊക്കെ ചിലപ്പോൾ പക്ഷെ പിടിച്ചകത്തിടാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ നെതർലൻഡിന്റെ മന്ത്രി, എനിക്ക് തോന്നുന്നു അവരുടെ പ്രധാനമന്ത്രി തന്നെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞത് ഈ നെതർലൻഡിലാണ് കാനഡയും വിദേശകാര്യമന്ത്രി, എനിക്ക് തോന്നുന്നത് ഈ UK-യും USA-യും ഒപ്പം കാനഡയും ഒക്കെ കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് നെതർലൻഡ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്ത് വിദേശ രാഷ്ട്രീയം കളിക്കാൻ ആരെയും അനുവദിക്കില്ല. അതായത് ഞങ്ങളുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് വേറൊരു രാജ്യത്തിന്റെ വിഷയം എടുത്തിട്ട് ഇവിടെ അഭ്യാസം കാണിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അയാൾ കട്ടാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നെതർലൻഡിൽ പച്ച പിടിക്കുക എന്നുള്ള ശ്രമം നുള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് കുറച്ചു നാൾക്ക് മുമ്പ്, ഇതിപ്പോ മന്ത്രി പറഞ്ഞത് ഇന്നലെയാണ് പറഞ്ഞത്, ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇവന്മാർ എവിടെ ചെന്നാലും ആദ്യം ചെയ്യുന്ന റഫറൻഡം നടത്തുകയാണ്, ഇങ്ങനെ വോട്ടിംഗ് നടത്തും. ഇവന്മാർ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരും, പഞ്ചാബ് ഒരു രാജ്യം വേണോ എന്ന് ചോദിച്ചിട്ട് റഫറൻഡം നടത്തും. ഇതാണ് പണി. അങ്ങനെ നെതർലൻഡ് റഫറൻഡം നടത്താണ്ട് ഇവന്മാർ വലിയ മൈക്കൊക്കെ വെച്ച് വലിയ കൊടിയൊക്കെ ആയിട്ട്, മഞ്ഞക്കൊടി ഉണ്ടല്ലോ മറ്റേ, അതൊക്കെ കിട്ടി വലിയ ആഘോഷമാണ്. അതുവഴി നടന്നുപോയ ഒരു നെതർലൻഡുകാരൻ പറഞ്ഞു, മിണ്ടാതെ നിന്നോണം, ഇവിടെ നിന്റെ ഒന്നും രാജ്യമല്ല ഇവിടെ കയറി ഇതിനൊക്കെയുള്ള പേക്കുസരം കാണിക്കുക, ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നാലായിട്ട്. സാധാരണ ഇതിൽ ഇവന്മാരുടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലൊക്കെ ആണെങ്കിൽ ഇവന്മാർ ചാടി വീഴും ആക്രോശിച്ചുണ്ട്. ഒരു കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല, പൂച്ചക്കണക്കെല്ലാം മിണ്ടാതെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഇതിനകത്ത് ഈ മെഗാഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഖാലിസ്ഥാൻകാര് ഇത് നടത്തിക്കൊണ്ട്. മെഗാഫോൺ എല്ലാം അവർ ഓഫ് ചെയ്തു. ഒരു സാധാരണപ്പെട്ട ആള്, പോലീസൊന്നും അല്ല, പെട്ടെന്ന് പോലീസ് അവിടെ വരികയും ചെയ്തു. അതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ അവരുടെ മന്ത്രി പറഞ്ഞത്, ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. കാനഡയിലും കാറ്റ് ഏതാണ്ട് ഈ I5-ന്റെ ഉച്ചകോടിയിൽ നമ്മുടെ ഈ അജിത് ഡോവലും സംഘവും ഒക്കെ കഴിഞ്ഞ ദിവസമാണ് പങ്കെടുത്തത്. അതില് കാനഡയ്ക്കും ഇവരെ ഒതുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കാനഡയും മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ആകെ ഉള്ളത് UK മാത്രമാണ് ഇവരോട് ഇപ്പൊ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നും ഇവരെ പൂട്ടപ്പെടുന്ന ഒരു രീതി വന്നപ്പോ ഫണ്ട് വരാതായി. അപ്പൊ പിന്നെ ഇവരുടെ കരുത്ത് തെളിയിക്കണം, അവര് ഇതായിട്ടില്ല എന്ന് അവർക്ക് അറിയിക്കണമെങ്കിൽ ഒരു സമരം സ്റ്റാർട്ട് ചെയ്തേ മതിയാവും. അവരുടെ ശക്തി തെളിയിക്കണം. പഞ്ചാബിലൊക്കെ ഇങ്ങനെ അരക്ഷിതാവസ്ഥയാണെന്ന് കാണിക്കുന്നതിനും, പഞ്ചാബിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കാണിക്കുന്നതിനും, ഇന്ത്യയിൽ സിഖുകാർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നതിനും ഒക്കെ അവർക്കൊരു സമരം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് 10 100 പേരുണ്ടെങ്കിൽ പോലും അവർ ഇത് കണക്കുള്ള ഓരോ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഇപ്പോഴേതായാലും കേന്ദ്ര സർക്കാർ ഒന്നുമല്ല, പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ തന്നെ അവരെ അടിച്ചൊതുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വലിച്ചു വാരിയെടുത്തും ഇന്നലെ പോയത്. പക്ഷെ BJPയുടെ സർക്കാർ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല കർഷകരോട്. ഇതെല്ലാം കൂടി ഇടിച്ച് പൊളിച്ച് നിരത്തിയിട്ട് പൊക്കി, നല്ല ഏജിലാണ് അതിന്റെ സമര നേതാക്കളെല്ലാം, പൊക്കി എടുത്തോണ്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതായത് ആ സമരത്തിന് സ്കോപ്പ് ഇല്ല. ഇനി ആ സമരത്തിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് CPM-നും കോൺഗ്രസിനും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നീട് അവരൊന്നും ആ വഴിക്ക് പോയില്ല. ഈ കഴിഞ്ഞ വർഷവും ഈ 2024-ലും ഒക്കെ ജനുവരി 2025 ജനുവരി 26-ന് അവരൊരു വലിയ മാർച്ച് പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചില്ലായിരുന്നു. എന്നിട്ട് ആരെങ്കിലും പോയോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പോകാൻ എന്താണ്? അതൊരു നനഞ്ഞ പടക്കമാണ്. എന്തിനേറെ പറയുന്നത്, ഇവരുടെയൊക്കെ വലിയ പിന്തുണക്കാരനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. തിരിഞ്ഞു നോക്കിയില്ല ആ ഭാഗത്തേക്ക്. ഇനിയിപ്പോ അരവിന്ദ് കെജ്രിവാളിന്റെ വലിയ റോളൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല, അദ്ദേഹം ഏതാണ്ട് ഒരു മൂലയ്ക്കൊക്കെ ഒതുങ്ങി. ഇനി ആകെ ഭഗവന്ത് സിംഗ് മാനാണ് ആം ആദ്മിക്കാരുടെ ദൈവം. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ എതിർ വിഭാഗത്തിൽ വരുന്ന ഒരു ആളായിട്ടാണ് ഈ ഭഗവന്ത് സിംഗ് മാനെ പലരും കാണുന്നത്. ഏതായാലും കർഷക സമരം എന്നുള്ളത് ഖാലിസ്ഥാൻകാരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സമരമാണെന്നുള്ള കാര്യം ഈ രാജ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഫണ്ടില്ല, പണമില്ല, പണം വരുന്നില്ല. പകരം ഈ പാവങ്ങളെ ഇറക്കി വിട്ട് ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു അഭ്യാസം മാത്രമാണ്. അതിപ്പോൾ അവിടുത്തെ സർക്കാർ തന്നെ അടിച്ചൊതുക്കി ചുരുട്ടിയെടുക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അവിടെ ആ സമരത്തിനും വലിയ ആയുസൊന്നുമില്ല. അധികം വൈകാതെ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു സന്തോഷകരമായ വാർത്ത, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഖാലിസ്ഥാൻ ഭീകരർ പിടികൂടപ്പെടുകയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്യും എന്നുള്ളൊരു വാർത്ത തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയുള്ള വാർത്തകൾ വന്നേക്കാം. ഏതായാലും കർഷക സമരം തീർന്നു. എങ്കിലും നമ്മളിത് ചർച്ച ചെയ്യും ഇതിന്റെ ഒരു അന്ത്യം കാണുന്നത് വരെ. കാരണം ഇവരോടൊപ്പം കർഷകരൊന്നും തന്നെ ഇല്ല. കാരണം ഇന്ത്യയിലെ കർഷകർ എന്ന് പറഞ്ഞാൽ 1/2 ഏക്കർ മുതൽ 5 ഏക്കർ വരെയുള്ളവരാണ് 80% വരുന്ന കർഷകർ. ഇവരുടെ കൂടെയുള്ളത് 1/2 ഏക്കർ തൊട്ട് 5 ഏക്കർ വരെയുള്ളവരല്ല. 500 ഏക്കറോ 1000 ഏക്കറോ ഒക്കെയുള്ള കുത്തക കോർപ്പറേറ്റുകളാണ്. ഇവർ മുൻപോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ബഹുഭൂരിപക്ഷവും ഈ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കി കൊടുത്തിരുന്നതാണ്. ഇനിയിപ്പോ പ്രത്യേകിച്ച് കാർഷിക നിയമമൊന്നും ഈ രാജ്യത്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെയാണോ കാർഷിക നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം മോദി സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് പല വഴിക്ക്. സിമ്പിൾ മെത്തേഡ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ അത് ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി, ആ കുട്ടി മരുന്ന് കഴിക്കുന്നില്ല, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. നമ്മളപ്പോ ആ കുട്ടിയുടെ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? നമ്മളൊരു ചെറിയ സ്പൂൺ എടുക്കും അല്ലെ, ആ സ്പൂണിനകത്ത് നമ്മളൊരല്പം മധുരം കലക്കും ആ മരുന്നിനകത്ത്, എന്നിട്ടൊരു തുള്ളി ഇറ്റിച്ചു കൊടുക്കും. അങ്ങനെ പല തുള്ളിയായിട്ടാണ് ഈ മരുന്ന് കുട്ടിക്ക് കൊടുക്കുന്നത്. ഒറ്റയടിക്ക് ഒരു സ്പൂൺ മരുന്ന് കഴിക്കണമെന്ന് പറയുമ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ. അപ്പൊ നമ്മൾ ആ കുട്ടിക്ക് ചെറിയ ചെറിയ ഡ്രോപ്പ് ആയിട്ട് ഒരു സ്പൂൺ മരുന്ന് ഉള്ളിലെത്തിക്കും. ഇത് തന്നെയാണ് ചെയ്തത്. കാർഷിക നിയമം എന്ന് പറഞ്ഞ ഒറ്റ ഒരു സ്പൂണിൽ കൊടുത്തപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായി. പകരം മോദി അനങ്ങാതിരുന്നുകൊണ്ട് എന്ത് ചെയ്തു, ഈ സ്പൂണിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ തുള്ളിയായിട്ട് മധുരം വെച്ച് കൊടുത്തു. ആ കാർഷിക നിയമത്തിൽ പറഞ്ഞ ഏതാണ്ട് ഒരു
80% കാര്യങ്ങൾ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് നടപ്പാക്കാനൊന്നുമില്ല. പിന്നെ ഇവര് മുമ്പോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ, അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഒന്ന്, ഇവരുടെ കടങ്ങൾ എഴുതിത്തള്ളണം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതിലും മോദി സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറിയ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ പറ്റും, വലിയ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ കഴിയില്ല. ഒന്നത്. പിന്നെ രണ്ടാമത്, ഇവർക്ക് വൈദ്യുതി ഫ്രീ ആയി കൊടുക്കണം എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, അവരുടെ ഒരു ആവശ്യം, അതൊക്കെ നടപ്പാക്കിയതാണ്. അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ്, മറ്റു കാര്യങ്ങൾ, അതൊക്കെ നടപ്പാക്കിയ കാര്യം. ഇതൊക്കെ ഈ രണ്ട് ആവശ്യങ്ങളുണ്ട്. ഈ രണ്ട് ആവശ്യങ്ങളുടെ കാര്യം സംസ്ഥാന സർക്കാർ കൂടി ചേർന്ന് പരിഗണിക്കേണ്ടതാണ്. അതൊക്കെ കൂടെ കൊണ്ടാണ് ഇവർ സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പിന്നെ കേരളത്തിൽ ഇതിനെക്കുറിച്ച് പിണറായി വിജയൻ ഭയക്കേണ്ട കാര്യമില്ല. ഇവിടെ കർഷകരൊന്നും തന്നെ ഇല്ല. നമ്മൾ സമരം ചെയ്യാൻ പഞ്ചാബിലേക്കാണ് പോകുന്നത്. ഏതായാലും ആ ഒരു സമരം ഇവിടെ വരില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഇത് ഏറ്റവും ആദ്യം ഈ കാർഷിക നിയമം നടപ്പാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ടുള്ള കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും കർഷക സമരത്തിന്റെ തീർന്നു, ഏതാണ്ട് അവർ തകർന്നു, നനഞ്ഞു കഴിഞ്ഞു ആ പടക്കം. ഇനി എന്തായാലും നമ്മൾ പോകുന്നില്ല, നമ്മൾ ഇവിടെ തന്നെ കാണും. ഈ സമരത്തിന്റെ പുക കണ്ടിട്ടേ നമ്മൾ എന്തായാലും ഇത് തീരുന്നുള്ളൂ. ഇതിന്റെ അവസാനത്തെ ഭാഗം കൂടെ നമുക്ക് അറിയണമല്ലോ, ഇത് എങ്ങനെയാണ് ഇത് മുഴുവൻ ഭാഷവട്ടായി പോകുന്നത് എന്നുള്ളത്. താങ്ക് യു അതുകൊണ്ടാണ് ചേട്ടാ. മലയാളം ചാനലുകളൊക്കെ താങ്ക് യു സോ മച്ച്. കൊടുക്കാത്തതിന്റെ കാരണം അതാണ്. ആ റീച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. താങ്ക് യു. താങ്ക് യു.